ഹലോ, ഞാനാ. മനസ്സിലായി. ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. വിവരം അറിയാഞ്ഞിട്ടൊന്നുമല്ല, മനഃപൂർവ്വം വിളിക്കാത്തതാ. നിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് തല്ലി വാങ്ങിയിട്ട് മറ്റുള്ളവരതുകൊണ്ട് സഹതപിക്കണമെന്ന് പറഞ്ഞാ പാർവതി അതിന് കിട്ടുമായിരിക്കും. എന്നെ അതിന് കിട്ടില്ല. വേണ്ട, ഞാൻ ചത്തു എന്ന് അറിഞ്ഞാലും വരണമെന്നില്ല. ഞാനിപ്പോ വിളിച്ചത് വഴക്കിടാനല്ല. അടുത്ത ആരെങ്കിലും ഉണ്ടോ? നിത്യയുടെ അമ്മയുണ്ടായിരുന്നു, ബില്ലടയ്ക്കാൻ പോയി. ആ, അപ്പോ ഡിസ്ചാർജ് ആയി. അതെ. എന്നെ താമസ സ്ഥലത്തുനിന്ന് ഇറക്കി വിട്ടു. എന്തിന്? കൃത്യമായിട്ട് വാടക കൊടുക്കുന്നുണ്ട്. ഓ, വാടക പെൻഡിങ് ആണല്ലേ? അപ്പൊ ഇനി എന്താ പരിപാടി? അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. ഞാൻ എന്ത് ചെയ്യണം? അതെങ്ങനെ ഞാൻ പറയും? പൊന്നു മോനെ, അങ്ങനെ കൈ ഒഴിയാന്നൊന്നും വിചാരിക്കണ്ട. അറിയാലോ, എന്നെ നശിപ്പിച്ചു കളയും ഞാൻ. എന്റെ കയ്യിൽ പൈസ വേണ്ടമ്മേ. ഇടം നാറി വൃത്തികെട്ടവനെ. നീ ഒറ്റ ഒരുത്തം കാരണമല്ലേ നാട്ടിലുണ്ടായിരുന്ന വീട് ഞാൻ വിറ്റത്. നിന്റെ കൂട്ടുകാരൻ ഒരുത്തനല്ലേ അത് വിറ്റ കാശ് മുഴുവൻ അടിച്ചോണ്ട് പോയത്. നീ എന്നെ നോക്കിയേ പറ്റൂ. താമസിക്കാൻ നീ തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അമ്മേ, ഞാൻ ആശുപത്രിയില്ല. ആ, ഇന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുമല്ലോ. അപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. അമ്മ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി നിൽക്കും. ഏത് ബന്ധു? ഏതെങ്കിലും ഒരു ബന്ധു ഉണ്ടാവില്ല അമ്മയ്ക്ക്? ആരുമില്ല. അതിനും കാരണം നീ തന്നെയാ. മര്യാദയ്ക്ക് എന്റെ പ്രശ്നം പരിഹരിച്ചോ, അല്ലെങ്കിൽ നീ വിവരം അറിയും. ഞാനൊന്ന് ആലോചിക്കട്ടെ, വിളിക്കാം. വിളിക്കണം. ആകെ തീ പിടിച്ച് നിൽക്കുവാ ഞാൻ. എന്നെക്കൊണ്ട് വെറുതെ കടും കൈയൊന്നും ചെയ്യിപ്പിക്കരുത്. അച്ഛൻ കരയുന്നുണ്ടല്ലോ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പതിവുണ്ട്. ഇതൊരു ഇംപ്രൂവ്മെന്റ് ആണെന്ന് ഡോക്ടർ പറയുന്നു. ശരീരം പതുക്കെ പതുക്കെ പ്രതികരിച്ചു തുടങ്ങുന്നതിന്റെ ലക്ഷണമാണത്രേ. അച്ഛാ, പേടിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. നമ്മളുടനെ ചികിത്സ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. അതെ, ഒരിടത്തേക്ക് മാറ്റുന്നില്ല. നിങ്ങളുടെ ചികിത്സ ഞങ്ങൾക്ക് വേണ്ട. അത് മുത്തശ്ശിയല്ല തീരുമാനിക്കുന്നത്. പിന്നെ നീയാണോ തീരുമാനിക്കുന്നത്? പാർവതിയോട് തട്ടിക്കയറുന്നത് പോലെ എന്നോട് തട്ടിക്കയറരുത്. ഞാൻ ഇവന്റെ അമ്മയാ. എനിക്കാണോ നിനക്കാണോ ഇവന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം എന്ന് നമുക്ക് നോക്കാം. നല്ല ഹോസ്പിറ്റലാ മുത്തശ്ശി. എത്ര നല്ല ആശുപത്രിയാണെങ്കിലും ഞങ്ങൾക്കത് വേണ്ട. നല്ല ചികിത്സ കൊടുക്കാനേ ഞങ്ങൾ വിചാരിച്ചാലും സാധിക്കും. അതിന് പുറത്തുള്ള ആരുടെ സഹായം വേണ്ട. സിദ്ധു പുറത്തുള്ള ആളൊന്നും അല്ല. അച്ഛന് ഒരുപാട് പ്രിയപ്പെട്ട ആളാ. എടി, നിനക്ക് പ്രിയപ്പെട്ട ആളെന്ന് പറ. വളരെ തന്ത്രപരമായിട്ട് നീ ഇവനെ ഈ വീട്ടിൽ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് വേണ്ട. അതിനെ ഞാൻ സമ്മതിക്കത്തില്ല. മുത്തശ്ശിയുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. അങ്ങനെ പറയാൻ എനിക്ക് അറിയാൻ വയ്യഞ്ഞിട്ടൊന്നും അല്ല. വഴക്കിടാനുള്ള മാനസികാവസ്ഥ ഇപ്പൊ എനിക്കില്ല, പ്രത്യേകിച്ച് സിദ്ധുവിന്റെ മുന്നിൽ വെച്ച്. നിങ്ങളൊക്കെ ശരത്തിന്റെ അടിമകളാ മുത്തശ്ശി. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ. ഒട്ടും വൈകാതെ ശരത്തിന്റെ തനി നിറം നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് ഞാൻ പറഞ്ഞതിന്റെ പൊരുള് നിങ്ങൾക്ക് പിടികിട്ടും. വാസത്തിൽ